ഇന്ത്യയിലെ നമ്പർ 1 സ്മാർട്ട് ഫോൺ ബ്രാൻഡാണ് ഷവോമി. അവർ ഈയിടെ ലോഞ്ച് ചെയ്ത റെഡ്മി നോട്ട് 5 പ്രോയും റെഡ്മി നോട്ട് 5ഉം വിപണിയിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടെയാണ് ഷവോമി അവരുടെ അടുത്ത സ്മാർട്ട് ഫോൺ ഇന്ത്യയിൽ മാർച്ച് 14 ലോഞ്ച് ചെയ്യും എന്ന് അറിയിച്ചിരിക്കുന്നത്. ഷവോമി ഇതിനെ കോമ്പാക്ട് പവർ ഹൗസ് എന്ന ടാഗ്ലൈനിലാണ് ടീസ് ചെയ്തിരിക്കുന്നത്. ഷവോമിയുടെ ടീസർ അനുസരിച്ചാണെങ്കിൽ അവരുടെ ബഡ്ജറ്റ് സ്മാർട്ട് ഫോണായ റെഡ്മി 5 ആണ് ഇത്. ഈ ഫോൺ ചൈനയിൽ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് ഞാൻ പറയാം. റെഡ്മി നോട്ട് 5നേക്കാൾ ചെറിയ സ്ക്രീൻ സൈസാണ് ഇതിനുള്ളത്. ഇത് 5.7 ഇഞ്ച് 18:9 ആസ്പെക്ട് റേഷ്യോയിൽ വരുന്ന IPS പാനലാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ റെസൊല്യൂഷൻ ഫുൾ HD അല്ല, എന്നാൽ HD+ ആണ്. ഇതിപ്പോഴത്തെ പുതിയ ട്രെൻഡായ ഫുൾ വിഷൻ, അതായത് മിനിമം ബേസൽ ഡിസ്പ്ലേ ആണ്. അതുപോലെ ഇതിന് ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. മെറ്റൽ ബോഡിയാണ് ഇതിനുള്ളത്. എന്നാൽ ബെറ്റർ കണക്ടിവിറ്റിക്ക് വേണ്ടി ടോപ്പ് ബോട്ടം എൻഡുകൾ പ്ലാസ്റ്റിക് ആണ്. ബിൽഡ് ക്വാളിറ്റി വളരെ നല്ലതാണ്. ഇനി പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൊസസ്സർ സ്നാപ്ഡ്രാഗണിൻ്റെ ബഡ്ജറ്റ് ആൻഡ് പവർഫുൾ പ്രൊസസ്സറായ സ്നാപ്ഡ്രാഗൺ 450 ഒക്ടാ കോർ പ്രൊസസ്സറാണ്. ഇത് റെഡ്മി നോട്ട് 5ൻ്റെ SD625 കടപിടിക്കുന്ന പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പ്രൊസസ്സറാണ്. അതുപോലെ GPU അഡ്രനോ 506 ആണ്. അതുകൊണ്ട് തന്നെ പെർഫോമൻസിനും കാഷ്വൽ ഗെയിംസിനും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇനി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ റെഡ്മി നോട്ട് 5ൻ്റെ സെയിം സെറ്റ് ഓഫ് ക്യാമറയാണ് ഇതിലും ഉപയോഗിച്ചിരിക്കുന്നത്. 12 MB റിയർ ക്യാമറയും 5 MB ഫ്രണ്ട് ക്യാമറയുമാണ് ഇതിലുള്ളത്. ക്യാമറ ക്വാളിറ്റി വളരെ മികച്ചതാണ്. റെഡ്മി 4നോട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വളരെ മികച്ച ഒരു ക്യാമറയാണ്, പ്രത്യേകിച്ചും ലോ ലൈറ്റ് സിനാരിയോയിൽ. എന്നാൽ ഫ്രണ്ട് ക്യാമറ ആവറേജ് ആണ്. വീഡിയോ റെക്കോർഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുൾ HD വരെയുള്ള വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ ടൈം ലാപ്സ് വീഡിയോ റെക്കോർഡിംഗ് ഓപ്ഷൻ ഇതിനുണ്ട്. സോഫ്റ്റ്വെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് 7 ഔട്ട് ഓഫ് ബോക്സിൽ വരുന്ന ഈ ഫോണിൻ്റെ UI ഷവോമിയുടെ കസ്റ്റം UI MIUI 9 ആണ്. ഇനി കണക്ടിവിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹൈബ്രിഡ് ഡുവൽ സിമ്മാണ് ഇതിനുള്ളത്. അതുപോലെ 2 സിമ്മും 4G വോൾട്ടേജ് സപ്പോർട്ടഡ് ആണ്. അതുപോലെ തന്നെ FM റേഡിയോ, വൈഫൈ, ബ്ലൂടൂത്ത്, മൈക്രോ USB to IR ബ്ലാസ്റ്റർ തുടങ്ങിയ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് എല്ലാം ഇതിലുണ്ട്. ഇനി സെൻസറുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഷവോമിയുടെ എല്ലാ ഫോണുകളിലും ഉള്ളതുപോലെ തന്നെ ആക്സിലറോമീറ്റർ, പ്രോക്സിമിറ്റി, ജൈറോ, മാഗ്നെറ്റോമീറ്റർ തുടങ്ങിയ എല്ലാ സെൻസറുകളും ഇതിലുണ്ട്. അതുപോലെ സെക്യൂരിറ്റിക്ക് വേണ്ടി ഫിംഗർ പ്രിൻറ്റ് സ്കാനറും ഉണ്ട്. ഇതിൻ്റെ ബാറ്ററി 3300 mAh ആണ്. ഇതിന് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുണ്ട്. എന്നാൽ കമ്പനി റെഗുലർ ചാർജറാണ് ബോക്സിൽ നൽകുന്നത്. തീർച്ചയായും 1 ഡേ ബാറ്ററി ബാക്കപ്പ് ഈ ഫോണിൽ ഒരു ആവറേജ് യൂസർക്ക് ലഭിക്കുന്നതാണ്. 2GB റാമും 16GB ഇൻറ്റേർണൽ സ്റ്റോറേജും 3GB റാമും 32GB ഇൻറ്റേർണൽ സ്റ്റോറേജും വരുന്ന 2 വേരിയൻ്റാണ് ഇതിനുള്ളത്. ഇതിൻ്റെ വില 6999 ആരംഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും ഈ വിലയിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺ ആയിരിക്കും ഇത്. അല്ല, ഇതൊരു ആമസോൺ എക്സ്ക്ലൂസീവ് പ്രൊഡക്റ്റാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.